നമ്മൾ എവിടെ പോയാലും ഒരു മടിയില്ലാണ്ട് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, മസാല ദോശ. മസാല ദോശ ഇഷ്ടമില്ലാത്ത ആരാളെ അല്ലേ? ഇവിടെ നിന്ന് ഉണ്ടായെന്നറിയോ നിങ്ങൾക്ക് ഈ മസാല ദോശ? എവിടെയാണ് എൻ്റെ ഒറിജിനൽ ബർത്ത് പ്ലേസ് എന്നറിയോ? അത് ഉടുപ്പിയിലാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഉടുപ്പിയിലാണ്. നമ്മളിന്ന് പോണത് മസാല ദോശ ഉണ്ടായ ഹോട്ടലിലേക്കാണ് നമ്മളിന്ന് പോണത്. ഓക്കെ, നമുക്ക് പോയിട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം. അങ്ങനെ നടന്ന് ഒരു ഇടവഴി കൂടെ ഒക്കെ കയറി. എന്നിട്ടിപ്പോൾ ഒരു പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോണേ. ഗൂഗിൾ അങ്ങനെയാണ് കാണിക്കണേ നമുക്ക് വഴി. നമ്മൾ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ബാക്കിലുണ്ടോ പാർക്കിങ്ങാണ്, വേറെ ഏതോ ഒരു പാർക്കിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ അമ്പലമാണ് ഉള്ളത്. അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ടാണ് ഈ കടകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ചുറ്റുവട്ടത്ത് മൊത്തം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സാണ്. ബട്ട് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ നാട്ടിൽ അങ്ങനെ സാധാരണ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊന്നും അല്ല. ഇവരുടെ തന്നെ ഒരു ട്രഡീഷണൽ വേറെ വെറൈറ്റി ഫുഡുകൾ, വെറൈറ്റി ഫ്ലേവേഴ്സ് എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അതിനെ നടന്നു വന്നിട്ടെന്നുള്ള നമ്മുടെ വഴി ഇങ്ങനൊരു വഴീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളവിടെ എത്താറായി. കടേൻ്റെ പേര് മിത്ര സമാജ് എന്നാണ് കടേൻ്റെ പേര്. ആ കടയിലേക്കാണ് നമ്മൾ പോണത്. ദി ഒറിജിൻ ഓഫ് മസാല ദോശ ഉണ്ടായ കടയിലേക്കാണ് നമ്മൾ പോണത്, മിത്ര സമാജ്. ഓക്കെ, യെസ്, നമ്മളിങ്ങനെ പുറത്ത് വന്നിരിക്കുന്നു. നേരെ നോക്കിയാൽ ഇങ്ങനൊരു ഗോപുരം കാണാൻ പറ്റും. ഇതാണ് കട. ദിസ് ഈസ് ദ കട. ഒരു ഓൾഡ് ഫാഷൻ കടയാണ്. ബിസ്കുട്ട് റൊട്ടി. ദിസ് ഈസ് നൈസ് അല്ലേ? അവില് ഉപ്മാവും അവിലും ഇങ്ങനെ മിക്സ് ആക്കുക. വെരി നൈസ്. വെരി നൈസ്. അവിലാണത്. അവില് വറുത്ത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് സോ നൈസ്. ബനാന ബൺസ് ഒക്കെ അങ്ങനെ പോണോ, നല്ല രസമുണ്ട്. അത് ഒരു ഇങ്ങനെ പീസ് പിടിക്കടാ. കാണാണ്ടോ അറിയില്ല, ബട്ട് സോ സൂപ്പർ ഫ്ലഫി. ചട്നി ഡിപ്പ് ചെയ്ത മെയിൻ ക്രൗഡ് വരുന്നത് 5:30 അമ്പലത്തിലേക്ക് പോയി വരുന്നവരെ. ക്രിസ്പിയാണ്, ഫ്ലഫിയാണ്, സോഫ്റ്റാണ്, സോ ടേസ്റ്റി. ഇഡ്ലി വട. നിങ്ങളുടെ മെയിൻ സാധനം വരാണ്ട് മസാല ദോശ. അത് വന്ന് കാണിച്ചു തരാം. ബാക്കിയെല്ലാം സെറ്റ് കഴിക്കട്ടെ. ഓക്കെ, വട ചട്നി ആൻഡ് സാമ്പാർ. നൈസ്. നല്ല ചൂടോടെ കഴിക്കുമ്പോഴേ സൂപ്പർ. വേറെ ഫ്രഷ്, ക്രിസ്പി, അടിപൊളി. എല്ലാം വന്നതും ജസ്റ്റ് 5 മിനിറ്റ്സിൽ തീർന്നു. ഇനിയിപ്പോൾ മസാല ദോശ കൂടി വരാറുണ്ട്. ഇത് കഴിഞ്ഞു, ഇതും ഈ പ്ലേറ്റത്തേം കഴിഞ്ഞു. ഇഡ്ഡലി ബാക്കിയുണ്ട്. ഇഡ്ഡലി എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കഴിച്ചത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഇഡ്ഡലി അല്ല, ബട്ട് മൂട എന്ന് പറയും. ഇലയിൽ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, അതിൽ അത് ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. ഇലേൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ടേ. സ്റ്റാർ ഓഫ് ദിസ് മോർണിംഗ് മസാല ദോശ, ദ OG മസാല ദോശ. ഓക്കെ, ലെറ്റ്സ് ട്രൈ ഇറ്റ്.
അത് കൊള്ളാം അല്ലേ? മസാല അങ്ങനെ വെച്ചിട്ട് നമ്മൾ വിചാരിച്ചു പരത്തി ഉണ്ടാവും ഉള്ളിൽ. ഇങ്ങനെയാണ് നോർമൽ മസാല ദോശ ഇവിടുത്തെ വരിക. പൊടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയുണ്ട്. എന്തായാലും ഭയങ്കര ക്രിസ്പിയാണ്. സോ ക്രിസ്പി. കഴിച്ചു നോക്കാം. ചീസ്. Butter നൈസ് നൈസ്. The butter is coming from ബട്ടർ. ഓ, ഇതിലിടുന്ന ബട്ടർ ടെമ്പിൾ എന്ന് പറഞ്ഞതാണ്. ഇതിലടുത്തുള്ളൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെയാണ് ഈ എന്താ പറയുക ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് പറയാൻ പറ്റൂ. ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവർ ഇപ്പോഴും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊന്നും മാറ്റാണ്ടിരിക്കണത് ഇത് ടെമ്പിളിൻ്റെ സ്ഥലമായത്. റെസ്റ്റോറൻറ്റ് ടെമ്പിളിൻ്റെ ഭാഗമാണ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇനിയും പുതുക്കി പണിയാനോ പൊളിച്ച് പണിയാനോ ഒന്നും അങ്ങനെ പറ്റില്ല. ലെറ്റ്സ് ഈറ്റ് വിത്ത് സം മസാല. നമ്മളെ പോലെ നല്ലോണം ഉറങ്ങിയ ആൾക്കാരാണ്. മസാല റിയലി നൈസ്. ഇവിടെ ആക്ച്വലി ഒന്ന് കഴിഞ്ഞിട്ട് പോയി ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്കൊന്നും വരുമല്ലേ. ലെമൺ ജ്യൂസ് എത്തി, പിന്നെ കേസരി ആൻഡ് കോഫി. ഭയങ്കര ചെറിയ ഗ്ലാസ്സാണ് ബട്ട് നൈസ്. വാ, ഇഷ്ടായി? നൈസ്. ലാസ്റ്റ് തിങ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. മാംഗോ ജ്യൂസാണ്. ഒരു നല്ല തിക്കായിട്ടുള്ളൊരു മാംഗോ ജ്യൂസ്. ഇതിൽ കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്തേക്കണത്. ഓക്കെ, കുടിച്ച് നോക്കാം. റിയലി ടേസ്റ്റി. കോക്കനട്ട് മിൽക്ക് അതിൽ യൂസ് ചെയ്തേക്കണം. കേൾക്കാണ്ടോ അറിയില്ല, ഇവിടെ ആകെ ശബ്ദമായി. കോക്കനട്ട് മിൽക്ക്, ഒരു തിക്ക് മാംഗോ ജ്യൂസ്. സോ ടേസ്റ്റി, അടിപൊളി, നൈസ്. മാംഗോ പോയി, ഇനി അത് കിട്ടില്ല. മാംഗോ പോയി, ഇനി അത് കിട്ടില്ല. ഇത് ഇവിടുത്തെ ഒരു നീമ്പു ജ്യൂസ്, നാരങ്ങ വെള്ളം. സോ സാറ്റിസ്ഫൈഡ്. സൂപ്പർ സാധനം. മസ്റ്റ് ട്രൈ ആണ് ഈ സാധനം. മാംഗോ ജ്യൂസ്. എന്താ പറഞ്ഞവര് പേരെന്താ പറഞ്ഞ? മാംഗോ എന്ന് പറഞ്ഞത് തേങ്ങാപ്പാൽ. അതെ അതെ, ഇപ്പോൾ ഉള്ള വീഗൻ ഒക്കെ ഇവിടെ പണ്ടേ ഉണ്ട്. ഇതാണ് നമ്മുടെ ബിൽ. യെസ്, ഇത്രയും സാധനങ്ങൾ കഴിച്ചു ഞങ്ങൾ. 2 ഇഡ്ഡലി പ്ലേറ്റ്, 3 ബണ്ണ്, 4 ബിസ്ക്കറ്റ് ട്രിക്ക്. സോ മച്ച്. ആൻഡ് ഒരു സാധനവും ഇവിടെ 100ൻ്റെ മുകളിലേക്ക് ഇല്ല. കണ്ടോ, ഒന്നും 100ൻ്റെ മുകളിലേക്ക് ഇല്ല ഇവിടെ. വെരി ഗുഡ് ആൻഡ് വെരി അഫോർഡബിൾ പ്രൈസ്. യെസ് യെസ്. നോ ഓണിയൻ, നോ ഗാർലിക് ആണ് ഇവിടെ. ആൻഡ് എവറിത്തിങ് ഈസ് സോ നൈസ്, സോ ടേസ്റ്റി. ഉടുപ്പിയിൽ വന്ന, അത് നിങ്ങൾ ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ ഉടുപ്പി വരിക, മിത്ര സമാജ് ഉള്ള ഈ ഹോട്ടലിലേക്ക് വരിക. വെരി ഗുഡ്, മസ്റ്റ് ട്രൈ. ബനാന ബൺസ്, മാംഗോ ജ്യൂസ്, മസാല ദോശ, ബിസ്കുട്ട് റൊട്ടി ആൻഡ് അവലക്ക് ഉപ്മ. സീനാണ്, അടിപൊളിയാണ്. യു ഷുഡ് മസ്റ്റ് ട്രൈ. ബാംഗ്ലൂരിലുള്ള ആൾക്കാർ എസ്പെഷ്യലി ഇവിടെ വന്ന് കഴിക്കണം. ഏതെങ്കിലും സാറ്റർഡേ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് പോകുന്ന ഉടുപ്പിയിലേക്ക്, എന്നിട്ട് ഇത് കഴിച്ച് നോക്കണം. മസ്റ്റ് ട്രൈ. ഇതാണ് കേട്ടോ എക്സാക്ട് സ്ഥലം. ഇതാണ്. ഇങ്ങനൊരു സ്പോട്ടിലേക്ക് നിങ്ങൾ എത്തും. ഞങ്ങൾ വന്നത് ഈ വഴി കൂടെ വന്നേ, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയും വരാം, വേറെ വഴികളും ഉണ്ട്. ഞങ്ങളൊരു എഡേ കൂടെയൊക്കെയാണ് വന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വാക്കിങ്ങിൻ്റെ ഇതിട്ടിട്ടാണ് വന്നത്. ഇതാണ് പ്ലേസ്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് തൊട്ട് മുന്നിൽ അമ്പലത്തിൻ്റെ ഒരു ഗോപുരം കാണാൻ പറ്റും. അതുണ്ടോ, അത് കാണാം. അതിൻ്റെ ഇവിടെ ആയിട്ടാണ് മിത്ര സമാജ്. എന്തായാലും വരിക. ബാംഗ്ലൂരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സാറ്റർഡേ സൺഡേ
ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോരുക, ഉടുപ്പിയിലേക്ക് പോരുക. ഇവിടെ വന്ന് നല്ല മസാല ദോശയും നല്ല കേസരി, അതും എടുത്തു പറയാൻ വിട്ടുപോയി. കേസരി ഇവിടുത്തെ എന്ത് ടേസ്റ്റ്, നെയ്യും കേസരിയും കിട്ടില്ല ടേസ്റ്റാ, അടിപൊളി. എല്ലാം ഭയങ്കര ഫ്രഷും ഭയങ്കര എന്താ പറയുക, ലൈക്ക് നമുക്ക് അത്ര ഇഷ്ടമാവും. ആ വായിലിങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയൂല, അങ്ങനെ അത്രയും നല്ല സാധനങ്ങളാണ്, ഗുഡ് ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടുത്തെ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വി ആർ ഗോയിങ് ടു അവർ ഹോം ബാക്ക്. ആൻഡ് ഇവിടെ വെനസ്ഡേ ഹോളിഡേ ആണ്. ഓക്കെ, ഇവിടെ വെനസ്ഡേ ഹോളിഡേ ആണ്. വെനസ്ഡേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഓക്കെ, ബാക്കിയെല്ലാം ദിവസമുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മിത്ര സമാജിലെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും. അയ്യോ ചണം, യെസ് കൊള്ളാം, നല്ല നോക്കിയാ പണ്ടത്തെ സെറ്റപ്പുകൾ. ഇവിടെ മൺചട്ടി കാര്യങ്ങളൊക്കെ നൈസ്. ഭക്ഷണം കഴിച്ചിട്ട് ആർക്കും വയ്യ നടക്കാൻ. ശരി, ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു നടക്കാം, പിള്ളേർക്ക് വയ്യ മാമ, നടക്കാൻ വയ്യ. ശരി, ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഓട്ടോയിൽ പോവാം. അവർ പോവാണ്, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും പോവാണ്. കണ്ടാ സോറി ഒക്കെ പറയുന്ന ഒരാൾ. ലെറ്റ്സ് ഗോ, ബിക്കോസ് ഓട്ടോയിൽ സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും. ഗൈസ് അവർ പോയി. നമ്മളിതാ മാപ്പ് ഇട്ടിട്ട് നമ്മൾ വന്ന വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോയിങ്, നമ്മളിതേ എത്താറായി, വെറും 4 മിനിറ്റ്. പൊതുവെ 2 കിലോമീറ്റർ 1 കിലോമീറ്ററും അങ്ങനെ 3 കിലോമീറ്റർ വരെ മാപ്പിൽ വന്നാൽ ഞാൻ നടക്കാറുണ്ട്, പതിവ്, വണ്ടിയൊന്നും വിളിക്കാറില്ല. പക്ഷേ ഇതാകെ 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോകുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് വഴീൻ്റെ എന്താ പറയുക ഡിസ്റ്റൻസ് അറിഞ്ഞില്ല. അതങ്ങനെയാണല്ലോ, കൂടെ നടക്കാൻ ആളുണ്ടെങ്കിൽ ദൂരം നമുക്കറിയില്ല, നമ്മളാ ജേണി എൻജോയ് ചെയ്യും. ഞാൻ വലിയ വാക്കുകളൊക്കെ പറഞ്ഞത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവർ ഓട്ടോറിക്ഷയിൽ പോയി, ഞാനപ്പോൾ ഒറ്റയ്ക്ക് വന്നപ്പോൾ വഴീൻ്റെ നീളം കൂടിയോ, ഡിസ്റ്റൻസിന് കൂടിയോ എന്നൊക്കെ അങ്ങനെ. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകലാണ്. ഇതോടുകൂടി നമ്മുടെ വീഡിയോ എൻഡായി. ഇതുപോലത്തെ ചെറിയ ട്രാവൽ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, റെസിപ്പീസ്, പിന്നെ ഞാൻ ഡ്രം കവേഴ്സ്, എന്താ പറയുക കഹോൺ ലെസൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്, അങ്ങനത്തെ ആൾക്കാർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ട്രാവലും കാര്യങ്ങളും ഇഷ്ടമുള്ളവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ അതൊക്കെ ഇടും. എന്തെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ എൻ്റെ കുറച്ച് നല്ല മൊമെൻറ്റ്സ്, കുറച്ച് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത് ഞാൻ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഉടുപ്പി സീരീസ് ഇവിടെ എൻഡ്. ബൈ.